ഞാനോ ഇപ്പോഴോ ഇതിൽ കൂടി പറ്റത്തില്ല എടുത്തരാ കേട്ടാ. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ആദ്യമേ നന്ദി പറയുന്നു. ഞങ്ങളുടെ പവി കെയർടേക്കർ എന്ന ചിത്രം ഈ 26-ാം തീയതി, ഇനി 3 ദിവസം കൂടെ ഉള്ളൂ, തിയേറ്ററിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമുക്ക് ബാക്കി തുടർന്ന് സംസാരിക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ ചെയ്യാന്നുള്ള രീതിയിലല്ലേ പ്ലാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പേരിൽ നമ്മൾ നിർമ്മിക്കുന്ന ചിത്രമാണ് പവി കെയർടേക്കർ. അതിൻ്റെ സംവിധായകൻ വിനീത് കുമാർ, അതിൻ്റെ റൈറ്റർ രാജേഷ് രാഘവൻ, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ, നമ്മുടെ സന്തത സഹചാരി ഡയറക്ടറും വലിയ നടനുമായ ജോണി ആന്റണി. നമ്മൾ ഈ സിനിമയിൽ ഇതൊരു 100% ഫാമിലി എൻ്റർടൈനർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഇതിൽ മറ്റൊരുപാട് താരങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അന്യഭാഷയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നായികയായി തുടങ്ങി ഇന്ന് ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധിക ശരത്കുമാർ. ഇപ്പൊ ഇലക്ഷനും രാധിക ചേച്ചി കാൻഡിഡേറ്റ് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് പ്രൊമോഷൻ ഒന്നും വരാതിരുന്നത്. ഞാനും രാധിക ചേച്ചിയും ഇതിനുമുമ്പ് രാമലീല എന്ന് പറഞ്ഞ സിനിമയിലാണ് അമ്മയും മകനുമായിട്ട് അഭിനയിച്ചത്. അതിനുശേഷം ഇതിൽ വളരെ ശക്തമായിട്ടുള്ള SI മറിയാമ്മ എന്ന വേഷം ചെയ്യുന്നത് രാധിക ചേച്ചിയാണ്. അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ 5 പുതിയ നായികമാരുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസം ഏപ്രിൽ 26-ാം തീയതി സിനിമ റിലീസാവാൻ പോവുകയാണ്. ആ സിനിമയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം. പിന്നെ ഇനി ചോദിക്കാനുള്ളത്, അതോ ഇവരൊക്കെ സംസാരിച്ചിട്ട് മതിയോ? എങ്ങനെയാണല്ലോ കുറച്ച് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞ പോലെ പവി കെയർടേക്കർ ഒരു 100% കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. നമ്മൾ ആ ഒരു ജോണറിൽ തന്നെയാണ് അതിൻ്റെ കഥയുടെ തുടക്കം മുതലേ പ്ലാൻ ചെയ്തതും അതിൻ്റെ എക്സിക്യൂഷനും ഒക്കെ അങ്ങനെയായിരുന്നു. ഒരു 100% ഫാമിലി എൻ്റർടൈനറാണ്. ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ നടനിൽ നിന്ന് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള മാനറിസങ്ങളും ഒക്കെയാണ് പവിത്രനിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് 26-ാം തീയതി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയും. എന്തെങ്കിലും കഥയെ പറ്റിയുള്ള ചോദ്യങ്ങളും കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയെ പറ്റിയുള്ള ചോദ്യങ്ങളും ഒക്കെയാണ് മറുപടി പറയാൻ ഞാനിരിക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരിലേക്കും കൂടെ കൊടുക്കും. നല്ല സിനിമയാണ് എനിക്ക് തോന്നുന്നു. കാരണം ഒരു എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു രസികൻ സിനിമ. സമയം പോകുന്നറിയാതെ തിയേറ്ററിൽ നിന്ന് രസിച്ചിറങ്ങി വരാവുന്ന സിനിമ. എന്നാൽ കണ്ടിറങ്ങി വരുമ്പോൾ ചെറിയ നമ്പരങ്ങളും തമാശകളുടെ ഓർമ്മകളും ഒക്കെ മിച്ചം പിടിക്കാവുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. ഓടേണ്ട സിനിമയാണ്. ഓടുന്ന സിനിമ ഓടാൻ സാധ്യതയുള്ള സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ മാക്സിമം ഓടിക്കണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു വളരെ ഫീൽ ഗുഡ്, മനസ്സിന് വളരെയധികം കുളിർമ കൊടുക്കുന്നൊരു സിനിമയാണ്. എല്ലാ തരത്തിലുള്ള ഇമോഷൻസും, പ്രത്യേകിച്ച് ദിലീപേട്ടൻ എന്ന ആക്ടറിന് അദ്ദേഹത്തിന് എല്ലാ റേഞ്ച് ഓഫ് ഇമോഷൻസ് ഒക്കെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ
പറ്റിയൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ സംഗീതത്തിലും എല്ലാ തരത്തിലുള്ള ജോണേഴ്സൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കഥയാണ്. സിനിമ വളരെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് ഇപ്പം പ്രൊഡക്റ്റിൽ. അപ്പം അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. 26-ാം തീയതി സിനിമ വരികയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇതിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന 2 പുതുമുഖങ്ങൾ വേറെയുണ്ട്. ഒന്ന് ഒരു മരപ്പട്ടിയാണ്, പിന്നെ ഒന്ന് ബ്രോ എന്ന് പറയുന്ന, ഞങ്ങൾ ബ്രോ എന്നാണ് അതിനെ പേരിട്ട് വിളിക്കുന്നത്. കാരണം ഈ പവിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. അയാളുടെ സന്തത സഹചാരിയാണ് വേറൊരു നായ്ക്കുട്ടി. അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നത് CID മൂസ, റിംഗ് മാസ്റ്റർ, ശൃംഗാരവേലൻ എന്ന സിനിമകൾക്ക് ശേഷം നമ്മുടെ ഒരു സിനിമയിലൊരു നായ്ക്കുട്ടി ത്രൂ ഔട്ട് വരിക, അത് അതിൻ്റെ കുസൃതികളും കാര്യങ്ങളും. അപ്പം ഇത് ഈ കുടുംബ പ്രേക്ഷകരെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, നമുക്കെല്ലാവർക്കും ഒരു കുടുംബമുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിലീപ് എൻ്റർടൈൻമെൻ്റ് ആണ്. ദിലീപിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്ന് പറയുന്നത് നിങ്ങളെ മുന്നിൽ കണ്ടു തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പാട്ടുണ്ട്, തമാശകളും കൊച്ചു സങ്കടങ്ങളും എന്നൊക്കെ പറയുന്ന 10-18 വർഷം ഗൾഫിലുണ്ടായിരുന്ന പവിത്രൻ എന്ന് പറയുന്ന ഒരാൾ നാട്ടിൽ വന്ന് ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള അയാളുടെ ജീവിതമാണ് പവി കെയർ ടേക്കറിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ഇതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് നന്നായി എത്തിക്കുക, ഈ സിനിമ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, അത് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോറീസും ഇതുവരെ നമ്മൾ വായിച്ചിട്ടുള്ള, എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റോറീസും റിയൽ ലൈഫ് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന കഥകളൊക്കെ ആരൊക്കെയോ എവിടേക്കോ ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അവർ വരുന്നില്ലെങ്കിൽ പോലും ആരുടെയൊക്കെയോ ജീവിതം മോഷ്ടിച്ചാണ് നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ഇങ്ങനെ പവിത്രൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ മുമ്പിൽ വന്നുപെട്ടു. അയാളുടെ സങ്കടങ്ങൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. ആ സ്പർശമാണ് എഴുതാനുള്ളൊരു സ്പാർക്കായിട്ട് വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല. അതാണ് സത്യം. എന്താണെന്ന് വെച്ചാല് പുള്ളിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ പുള്ളിയോട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ കേസ് വരും. സ്റ്റോറി റൈറ്റ് വെച്ചിട്ട് അതായിരിക്കും ഉദ്ദേശം. എന്തായിരിക്കും ഒരു ഘട്ടത്തിൽ പോലും ഞാൻ മറ്റൊരു നടനെ പറ്റി ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് വിനീതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസിൽ തന്നെ വിനീത് ആരാണ് ഓപ്ഷൻ എന്നോട് ചോദിക്കുന്നതിനും വരെ ഞാൻ മിണ്ടാതിരുന്നു. അദ്ദേഹം പല ഓപ്ഷൻസ് വെച്ചിട്ടില്ല, നമ്മൾ രണ്ടുപേരും. അപ്പോൾ വിനീതിന് എൻ്റെ മനസ്സിൽ ആരാന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ലാസ്റ്റിലാണ് അതെല്ലാം കേട്ട് നമ്മൾ ആലോചനയുടെ ഒരു സെക്കൻഡ് ഘട്ടത്തിലാണ് നമുക്കിത് ആരാണ് രാജേഷിൻ്റെ മനസ്സിൽ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിപ്പോഴും പവിത്രന് വേറൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല, എഴുതുന്ന ഒരു ഘട്ടത്തിൽ പോലും വന്നിട്ടില്ല. തീർച്ചയായിട്ടും. കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ. അപ്പം ആ രീതിയിൽ ഉള്ള സിനിമ തന്നെയായിരിക്കും പവി കാർട്ടേക്കർ. അപ്പം അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഈ പവി. നിങ്ങളെ ചിരിപ്പിക്കും, ചിലപ്പോൾ എനിക്കത് കറക്റ്റ് അറിയില്ല, അത് ഫീൽ ചെയ്യിപ്പിച്ചേക്കാം. നല്ല പാട്ടുകളുണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് പറയില്ല. നിങ്ങളെൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്രൻ.
ഗാർഡിലൊക്കെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള എക്സൈറ്റ്മെന്റ് വരുമ്പോൾ ഫുൾ ജസ്റ്റേഴ്സ് ആണ് അപ്പൊ ഇതിന്റെ ട്രെയിലറിലൊക്കെ നമുക്ക് അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് കാണാം. അപ്പൊ ദിലീപേട്ടൻ്റെ ഒരു പഴയ സ്റ്റാർട്ടിന്റെ ഒരു റീഇൻവെൻഷൻ ആവും പവിക്കായിട്ട്. റീഇൻവെൻഷൻ ഒന്നുമില്ല. നമ്മുടെ ഓരോ സിനിമകളും ശ്രമങ്ങളാണ്. ഞാനിപ്പോഴും പറയാറില്ല, എൻ്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളാണ്. ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും, ചിലത് അടിക്കൂല, ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നുള്ളൂ. എല്ലാം ശ്രമങ്ങൾ മാത്രമാണ്. അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ. അയാൾ ജീവിതത്തിൽ അയാളുടേതായിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി. അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു. അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നരയൊക്കെ ഇട്ടിട്ടാണോ എന്ന് ചോദിച്ചു. അത് അങ്ങനെയല്ല, പക്ഷെ ഈ ദിലീപേട്ടൻ തന്നെയാണ്, പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ കട്ട് ചെയ്ത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എനിക്ക് പ്രായം ഇല്ലെന്നെല്ലാം പറഞ്ഞു തന്നെ, അതല്ല. എന്നാൽ അയാൾ അതിനെ കുറിച്ചൊന്നും ബോധേടല്ല. അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ. അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ടല്ലോ, അയാൾക്കൊരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തന്നെ ഒരു യങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ യങ്ങായി പോകും. നമ്മുടെ പ്രവർത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും. കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ, ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക, സരസത കൂടുക, ഇതൊക്കെ മൊത്തത്തിൽ ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതുമൊക്കെ ഈ പവിത്രന് നമുക്കറിയാം. നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലേ? കാരണം റൊമാൻസ് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിലെത്തും. ചിരി കണ്ടാ അറിയാം റൊമാൻറ്റിക് ആണ്. അതെ, അങ്ങനെയില്ല. നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി. വിനീത് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാണ്. പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ വിനീത് ഞാനൊരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻ്റെ ആ ഫ്ലാറ്റ് ആയിരിക്കും. CD മൂസയിൽ നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത്. അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ്. സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ലാറ്റിലെടുത്ത ഫീലുള്ള സംഭവം തന്നെയാണ് നമുക്ക് വരിക. അത് മനഃപൂർവ്വം സംസാരിച്ച് കുറെ കാലമായിട്ട് തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം. അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വേറെ വഴിക്ക് പോയത്. ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന് തന്നെ തുടങ്ങുന്നതല്ലല്ലോ എന്നെ. ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നത്. അല്ല, ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ, എൻ്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ഇന്ന് ഇന്നലെ അല്ല കാണുന്നത്. ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും ഏക്കാതായപ്പോ വേറെ രീതിയിലൊക്കെ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഫേസ് ചെയ്യുക. നമ്മള് സിനിമയാണ് എൻ്റെ ലോകം, സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ അല്ലാണ്ടൂടെ അല്ലേ? ഞാൻ ആരാണെന്നോ? ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത്. ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാർ മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, വായി തോന്നുന്ന പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദിലീപേട്ട, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ നമ്മുടെ ഈ ഫാൻസും ഈ ജനങ്ങളും തന്ന ഒരു ഊർജ്ജല്ലേ ദിലീപേട്ടനെ സ്റ്റിൽ ഇവിടെ നിർത്തുന്നത്. അപ്പൊ ഈ ഒരു പവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മാധവൻ, ഉണ്ണി, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാടുള്ളതാണ്. ഈ പവിയും അതുപോലെ നമ്മുടെ ഉള്ളിൽ കയറും. അത് കയറുന്നാണ് എന്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം.
നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെയായിരിക്കും പവി. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ലാറ്റിലും നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിച്ചിട്ടുള്ളവരാണ്. ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ഈ പവിത്രൻ എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലേ കൂടിയാന്നുള്ളതാണ്. എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളൊക്കെ സരസത കൂടി ആണ് ഈ സിനിമ പറയുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ്. നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോ കഴിഞ്ഞ കുറെ ഹിറ്റുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ കുറെ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ 1-2 സിനിമ മോശമായെന്ന് പറഞ്ഞാൽ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ. കാരണം ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെ എത്തിയിരിക്കുന്നത്. അത് എൻ്റെ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല, പല പല ടൈപ്പ് സിനിമകൾ, പല പല ടൈപ്പ് കഥാപാത്രങ്ങളാണ്. അതിൽ ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കൗട്ടാവില്ല. ഇപ്പൊ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. പരാജയവും വിജയവും ഇതിന്റെ ഒക്കെ ഭാഗമായി പോകുന്നു. പിന്നെ ഒരു പടം വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ പാവം അതിന്റെ പ്രൊഡ്യൂസർ അത്രയും നമുക്ക് ചിലപ്പോൾ അടുത്ത സിനിമയിൽ അത് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം പ്രൊഡ്യൂസേഴ്സിന്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ സിനിമ നന്നാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞൂടാ. അല്ലല്ല, കാരണം 10-21 വർഷമായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ ഒരു മെമ്പർ കൂടിയാണ്. അത് മാത്രമല്ല, ഞാനിവിടെ 21 വർഷമായിട്ട് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോ ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന, അതിന് ഇരിക്കാനുള്ളൊരു സ്ഥലം, അതുപോലെ തന്നെ അതിലെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു നന്മയുടെ തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ്. അതല്ലാതെ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലേ, അന്നത്തെ ഫിയോക്കിന്റെ ലോഞ്ചിന് പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും ചേംബറും എല്ലാവരും കൂടി വന്നിട്ട് തന്നെയാണ് എല്ലാവരും ആശംസകളും എല്ലാം വന്നിട്ടാണ്. അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം. അല്ലാണ്ട് ഇത് വേറൊന്നിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ ചിന്തിക്കുകയും ചെയ്തത് ദയവേത് മനസ്സിലായി. അത് ഞാൻ ശരിക്കും ഫിയോക്കിന്റെ ചെയർമാൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പടം അപ്പോൾ ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്താ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് നിന്നത്. അത് ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയോക്ക് വേറെ ആൾക്കാരോട് സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, അല്ല ചെയർമാൻ നിങ്ങൾക്ക് പടം തരില്ലേ, നിങ്ങൾക്ക് ചെയർമാന് നിങ്ങളുടെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഉണ്ട് അവരുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെഡി. ഇനി പുറകെ ഓരോ ആൾക്കാർ അദ്ദേഹത്തെ ഫിയോക്കിലൂടെ വന്നേക്കാം എന്ന് വെച്ച് മറ്റുള്ള അസോസിയേഷനിൽ ഇതാവുന്നല്ല. നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ മെമ്പേഴ്സാണ്. ദിലീപേട്ട, കുറച്ചു നാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ്. ദിലീപേട്ടൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ആ ഒരു കോമഡി ആക്ടിംഗ് ഒക്കെ എവിടെയോ മിസ്സായി, ഒരു ഏച്ചുകെട്ടലാണ് ഇപ്പോൾ അഭിനയത്തിൽ എന്നുള്ള ഒരാളുടെ ഒരു പോസ്റ്റാണ്. അതിന് കാരണം താങ്കളുടെ റിയൽ ലൈഫിലുണ്ടായ ഇൻസിഡന്റ് ആണോ, അതിനും താങ്കൾ റിലീഫിൽ വന്നിട്ടില്ലേ, സിനിമ അഭിനയത്തിൽ അത് ബാധിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരാളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് പേര് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. ആ തോന്നൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ.
ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് അവരുടെ ചെയ്ത പ്രധാന അഭിപ്രായം കോമഡി നല്ല രീതിയിൽ കോമഡി ചെയ്തുകൊണ്ടിരുന്ന ഒരാളിൽ നിന്നും ആ ഒരു കോമഡി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നില്ല എന്നതാണ് അയാളുടെ പോയിന്റ്. അതാ ചോദിച്ചാൽ അയാൾ ആരാണ്? അയാൾ പറയാൻ പറ്റില്ലല്ലോ. അതെന്താ പറയാൻ പറ്റത്തെ? അത് പറയാൻ പറ്റില്ല. എന്താ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇട്ടുന്ന ഒരു പോസ്റ്റാണ്. അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിൽ ഞാൻ എന്തിനു ഉത്തരം പറയണം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ഒരാളുടെ ഒരു പോസ്റ്റിനെ എനിക്ക് അറിയാൻ പാടില്ലാത്ത ആരോ ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു ഇതിന് മുഴുവൻ ഉത്തരം പറയുമ്പോ, കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഉത്തരം താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത് ആ പോസ്റ്റിന് ഇല്ല, എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾ ഈ പവി കെയർടേക്കർ കാണുമ്പോൾ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാളുടെ ഇതിൽ പോകും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞ് ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടിത്തിമർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല. എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല. കേശു വീടിന്റെ നാഥൻ അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളുള്ള ഒരാളാണ്. ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥനില് അയാള് ഈ ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ്. അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട്. ഇപ്പൊ ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. അയാളുടെ രീതികളുണ്ട്. അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്തേ ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് പല പ്രശ്നങ്ങളും, ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമില്ല. ഞാൻ ഈ പൊട്ടിച്ചെരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യണതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ സിനിമയിൽ വരണ കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അന്ന് എനിക്ക് പ്രശ്നമുണ്ട്. അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ല. എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്ത് ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ സിനിമ നിങ്ങൾ കാണുമോ? എന്നിട്ട് അയാളോട് ചോദിക്കും ഇപ്പൊ ഇയാൾ ശരിയായോ എന്ന് ചോദിക്കൂ. മാറിയത് വേറെ ആളുടെ പോസ്റ്റാ, എന്നെ പോസ്റ്റ് ആക്കരുതിട്ടാ. ഇത്രയും നാളെ ചെയ്ത പടങ്ങളുടെ കോമഡി അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണോ പവിയിലേക്ക് വന്നത്? അതോ ഇത്രയും നാളെ ചെയ്ത കോമഡിയിൽ നിന്നെല്ലാം മാറി പുതിയൊരു കഥാപാത്രമായിട്ടാണോ പവി? ഇത് പുതിയൊരാളല്ലേ പവിത്രൻ? പുതിയൊരാളാണ്. പഴയത് രീതികളൊന്നുമല്ല. പക്ഷെ നമ്മളെ അഭിനയിക്കുമ്പോൾ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നതൊക്കെ ഒരേപോലെ തന്നെ അല്ലേ? അതുപോലെ ഉണ്ട്. പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അത് നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ നിങ്ങൾ എല്ലാവരോടും പറയും, പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാൻ. നിങ്ങൾ എല്ലാവരോടും ഭയങ്കര കമ്പനിയല്ലേ? അല്ല എന്തായാലും അപ്പൊ പിന്നെ എളുപ്പമല്ലേ? ഞാൻ എല്ലാവരോടും സംസാരിക്കാറില്ല. എല്ലാവരും അഭിനയത്തിലേക്ക് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പഴയ ദിലീപന്റെ ചിത്രങ്ങൾ, കോമഡി ചിത്രങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റ് കഥാപാത്രങ്ങൾ, കോമഡി കഥാപാത്രങ്ങളിൽ തന്നെ ചെയ്യുന്ന മറ്റ് ആർട്ടിസ്റ്റുകളും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എംപ്റ്റിയാണെന്ന് ഫീൽ ചെയ്യുന്നു. അല്ല, അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാല് അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു. ഇനിയിപ്പോ അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇപ്പൊ സിനിമകളുടെ രീതികൾ മാറി വരുന്നു, തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു. ഇല്ല, ഇപ്പൊ കൂടുതൽ ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയിലല്ല കഥ പറയുന്നത്. പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത്, നമ്മുടെ അടുത്ത് ഒരു റൈറ്റർ വന്ന് കഥ പറയുന്നത്, ഒരു കഥാകൃത്ത് കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റുകയാണ്. ഇന്ന് അങ്ങനെ എടുത്തു വന്ന് പറയാൻ പറ്റുന്ന വളരെ അപൂർവ ആർട്ടിസ്റ്റുകളേ ഉള്ളൂ അങ്ങനെ പറയുന്നു. ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് കഥ പറയും.
ഇല്ല, നമ്മളുടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഇത് നമ്മൾ ഏത് തരത്തിലെ കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല, അതിനകത്ത് സരസ്വതി ഉണ്ടാവും. അതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പേടിച്ച് ചെയ്തൊരു വേഷമാണ് വാളയാർ പരമശിവം. കാരണം സ്പിരിറ്റ് മാഫിയയിലാണ് ഞാനത് 2006-ലല്ലേ ജോണി ആ സിനിമ ആണോ, 2006 എന്തോ തോന്നുന്നു അല്ലേ, റൺവേ 4 6 എന്തോ ആണ്. അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫിയ ലീഡറാണ്. പക്ഷെ അയാളുടെ സരസ്വതയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമയെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തത്. അതിന്റെ അടുത്ത വർഷം എന്താണ് ഞാൻ ഹോം മിനിസ്റ്ററായിട്ട് അഭിനയിച്ചത്. പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസ്വതയെ കൂടി പറയാം. പിന്നെ ആസ് എൻ ആക്ടർ നമ്മൾ പല വഴിക്കുമൊക്കെ പോയി നോക്കും. കാരണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ബോറടിക്കുമല്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ. അതിൽ ചിലത് ആൾക്കാർക്ക് ഇഷ്ടാവും, ചിലത് ഇഷ്ടാവില്ല. ആക്ടറാണ്, നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ കരയുന്നത് കാണാൻ ഇഷ്ടമല്ല. ഇപ്പൊ നിങ്ങൾ നേരത്തെ വെച്ച് എന്തിനാ സങ്കടപ്പെട്ടു എന്ന് ചോദിച്ചു. അത് ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു വിളിച്ചു നിങ്ങൾ അങ്ങനെ സങ്കടമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നമ്മളെപ്പോഴും പ്ലസന്റ് ആയിരിക്കണം. എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. അതേസമയം കമാരസംഭവം പോലത്തെ സിനിമ ദിലീപേട്ടൻ്റെ വേറൊരു പെർഫോമൻസ് അല്ലേ നമ്മൾ കണ്ടത്. പക്ഷെ അത്രയും നാളും ദിലീപ് എന്ന ആക്ടറെ നമ്മൾ കൊമേഡിയൻ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് മാത്രം ഒതുക്കി നിർത്താതെ കമാരസംഭവം പെർഫോമൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ദിലീപേട്ടൻ കാഴ്ചവെച്ചത്. അപ്പോൾ അത് ആ പെർഫോമൻസിന് ദിലീപേട്ടൻ ഉദ്ദേശിച്ച രീതിയിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ആ ഒരു സിനിമയുടെ? അല്ല, നമ്മളൊരു ജോണിക്ക് ബിസിയാണ്, ജോണി ഭയങ്കര ആളായതുകൊണ്ട് വിളിയോട് വിളി ആൾക്കാർ കോൾഷീറ്റ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിനോട് 100% നീതി പുലർത്തുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ റിസൾട്ട് എന്താന്നുള്ളത്, അത് ഗംഭീരമായി സന്തോഷം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആ സിനിമ നന്നായി. അത് മാത്രമല്ല, അത് OTT-യിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിളിച്ചു പറയുകയൊക്കെ ഉണ്ട്. അപ്പം അത് ഏത് സിനിമയാണെങ്കിലും ഇപ്പോൾ പഴയ സിനിമയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. അത് ഏതൊരു ആക്ടർക്കും അതെ. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ്. അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല. ഞാൻ സിനിമ ചെയ്യുന്ന കൂടുതലും പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ്. ദിലീപേട്ട, ഇതിന്റെ അടിയിൽ ഈ ട്രെയിലറിന്റെ അടിയിൽ വന്ന കുറെ കമന്റാണ് ദിലീപേട്ടൻ അപ്ഡേറ്റഡ് ആവുന്നില്ല എന്ന്. ശരിക്കും ദിലീപേട്ടൻ അപ്ഡേറ്റ് ആവുന്നില്ല. ഞാനല്ലല്ലോ, എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാർക്ക് ചോദിക്കുന്നത് ദിലീപേട്ടൻ എന്നെ വെച്ച് ഡയറക്ട് ചെയ്യുന്നത്, എന്നെ വെച്ച് കഥ ഉണ്ടാക്കുന്ന റൈറ്റേഴ്സ് അപ്പുറം ഇരിക്കുന്നുണ്ട്. ഇവര് അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിക്കും. കാരണം എനിക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണ് ഡയറക്ടറെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്റേതാണ്. ഞാൻ ചെയ്ത ഓരോ സിനിമയ്ക്കും ഓരോ ഡയറക്ടറുണ്ട്, ഒരു റൈറ്ററുണ്ട്, എല്ലാം ഇല്ലേ. ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ ആടുന്ന ഒരാളാണ്. അത് ഇവര് പറയുന്ന അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ അത് ഇതാണ്, ഇപ്പോഴത്തെ ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഓരോ സിനിമയ്ക്കും എന്റെ ആർഗ്യുമെന്റ്സുകളും എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ കൂടെ യാത്ര ചോദിച്ചോക്കെ ഇവരോട്. ഞാൻ പിടിച്ചുകൊണ്ട് ഇവരെ കൊണ്ട് പോകുന്നതാണോ, ഞാൻ ഇവരുടെ കൂടെ പോകണോ എന്ന് ഇവര് രണ്ടുപേരും പറയട്ടെ. ഏത് സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ്. പവി കെയർടേക്കർ ഇത് മാറ്റുമോ? ഈ പറയുന്ന പേര് മാറ്റുമോ എന്ന് ചോദിക്കുന്നത്. പവി കെയർടേക്കർ അപ്ഡേറ്റഡ് ആവുന്നില്ല എന്ന് പറയുന്ന രീതി മാറ്റുമോ? അപ്ഡേറ്റഡ് ആവാൻ ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. 10-15 വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളൊക്കെ ഉള്ള ഒരാള്. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറിയിട്ടില്ല. അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാളൊരു പ്രണയത്തിൽപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ്. പേഴ്സണലി ഞാൻ അപ്ഡേറ്റഡ് ആണെന്ന് വെച്ചാൽ ഞാൻ ഒരു അഹങ്കാരം പറഞ്ഞ ഞാൻ എന്താന്ന് എനിക്ക് എന്തൊരു പിടിയില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെയൊന്നുമില്ല.
അങ്ങനെയൊന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എൻ്റെ സങ്കടങ്ങളിലോ എൻ്റെ വിഷമങ്ങളിലോ എല്ലാം എൻ്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് ഒരു സ്ഥലത്തും ഞാൻ പറയില്ല. എൻ്റെ മുഖത്ത് നോക്കിയ ഒരാളും ഈ നിമിഷം വരെ ദൈവാനുഗ്രഹം കൊണ്ട് മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ പറയുന്നു ആരോ എന്തോന്ന് അറിയാത്ത കുറേ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു. പിന്നെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു. അവർ ഞാൻ കാരണമാണ് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ വന്ന് കുറേ ആൾക്കാർ പുതിയ എന്നെ തെറി പറയുന്ന ആൾ എന്നുള്ള രീതിയിൽ ഫേമസ് ആവുന്നത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട്, അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എൻ്റെ മുഖമല്ലേ വരുന്നത്. എഴുതിക്കോട്ടെ, അതിനെന്താ? കാരണം ഒരു PR വർക്കും വേണ്ട. കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എൻ്റെ മുഖം ഓർക്കാത്ത ഒരു ദിവസം ഉണ്ടോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്? ഇല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട്, ഇല്ലേ? എത്ര ലക്ഷം രൂപയാണെങ്കിലാവും. കാരണം എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എന്തോ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ ഡെയിലി ഓർക്കുന്ന കാര്യം പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് പറയാം, നമുക്ക് അത്രയും റിപ്പീറ്റ് വാല്യുള്ള സിനിമകള് TV ചാനലുകളിലായാലും കാരണം മൈ ബോസ്, അതുപോലെ തന്നെ CID ന്യൂസ് ഒക്കെയാണ്. അപ്പൊ പവി കേരളത്തിലുള്ള ഒരു പടം ദിലീപേട്ടന്റെ സ്ട്രോങ് പോയിന്റ് ആയിട്ടുള്ള ഇമോഷൻ പ്ലസ് കോമഡി ആണല്ലോ. അപ്പൊ നമുക്കൊരു എംപതി ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടിയാണോ പവി? അല്ല, ഇയാളെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതാണ് എൻ്റെ ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പവി കെയർടേക്കർ. അതിന് ഭയങ്കര അടിച്ചമർത്തിയ അവകാശവാദങ്ങളല്ല, എൻ്റെ വിശ്വാസമാണ്. ജോൺ ചേട്ടാ, ഇപ്പോൾ CID മൂസ ആരാണ്? എന്നെ ഉദ്ദേശം എന്നെ മാത്രം ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ചിലപ്പോൾ ഞാൻ സിനിമ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന പറയും ഈ പറഞ്ഞ പണം ചിലാണെന്നൊക്കെ പറഞ്ഞേക്കാം. ഇതെന്നറിയോ എന്തിനാ പറയുന്നത്? നമ്മളിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. സംഭവം അതാണ്. കാരണം ഡയറക്റ്റ് ചെയ്ത സമയത്ത് ഒരു കഥയും കൊണ്ട് ഹീറോയുടെ പുറകിൽ നടക്കുക, അതിനുവേണ്ടി അല്ലേ? ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ കംപ്ലീറ്റ് ആൾക്കാർ ഞമ്മള് പിന്നെ അതല്ല പറഞ്ഞ ചേട്ടൻ ആഗ്രഹമുണ്ട് അതിനുള്ളൊരു സാഹചര്യം. ഇപ്പൊ മൂസ 2 നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോമ്പോ ഒന്നിച്ച് അന്ന് അങ്ങനെ അതേ ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും മൂസ 2 ഉണ്ടാവും. അതുണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത് കണ്ടിട്ട് നിങ്ങളിപ്പോൾ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആൾ ചെയ്തിരുന്ന ചിലപ്പോൾ ബെറ്ററായെന്ന് പറയും. അതിന് ഞാൻ വഴിവെക്കുകയില്ല. ഒന്നെങ്കിൽ കട്ടക്ക് പിടിച്ച് ഞാൻ അന്ന് ഉണ്ടാക്കിയതാണെന്നല്ല, എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും. അത് ഞാൻ തീർച്ചപ്പെടുത്തി. കാരണം വിട്ടുകൊടുക്കില്ല, കൊടുക്കില്ല. സ്കോട്ട്ലൻഡിൽ തുടങ്ങും. സ്കോട്ട്ലൻഡിലായിരിക്കും ഇൻട്രഡക്ഷൻ സോങ്. ജോണി ചേട്ടനെ സ്ക്രീനിൽ കാണാൻ പറ്റുമോ? ഇപ്പൊ CID മൂസ അത് ഞാൻ സ്ക്രീനിൽ കണ്ടു. ഒരു കാര്യം ഞാൻ പറയും, പല ഇന്റർവ്യൂവിൽ ഞാൻ പത്രസമ്മേളനത്തിൽ പോയിട്ട് പല പടങ്ങളും മൂസയുടെ പത്രസമ്മേളനം പോലെ മാറാറുണ്ട്. ഇത് പവി കെയർടേക്കർ എന്ന സിനിമയുടെ പത്രസമ്മേളനം. നമുക്കൊരു മൂസയുടെ പത്രസമ്മേളനം ഒന്ന് കാര്യമായിട്ട് നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിന്റെ നമുക്ക് വിജയാഘോഷ സമയത്ത് നടത്താം. പിന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം. ഒരിക്കലും ഇങ്ങനെ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നമുക്കറിയാം ജെയിംസ് ബോണ്ട് സീരീസ് ആയാലും മറ്റേ ടെർമിനേറ്റർ ആയാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസയും അർജുനും ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ. മൂസല്ലപ്പം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് അത് നികത്താൻ ശ്രമിക്കും. പിന്നെ കഴിവിന് അതാ പറ്റില്ല, ഒരുപാട് കടമ്പകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും, ഇതാണോ അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം. എന്തായാലും ഉറക്കം കിടത്തുന്ന ദിവസങ്ങളായിരിക്കും അത്. അപ്പോൾ എന്തായാലും നമുക്ക് പണിയിലേക്ക് വരാം.
നിർമ്മാതാവായത് രാജേഷിൻ്റെ അടുത്ത് കഥ പറഞ്ഞ് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം രാജേഷിൻ്റെ അടുത്ത് ചോദിച്ചത് ആരാണ് രാജേഷ് മനസ്സിൽ. കാരണം നമ്മുടെ അടുത്ത് ഒരു റൈറ്റർ കഥ പറയുമ്പോൾ അയാൾ മനസ്സിൽ സങ്കല്പിച്ച ഒരു നടനുണ്ടാവും. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ രാജേഷിൻ്റെ മനസ്സിൽ ദിലീപേട്ടനായിരുന്നു. അപ്പോൾ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞ മനസ്സിൽ ദിലീപേട്ടനാണ്, പക്ഷേ ദിലീപേട്ടനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കഥ പറയും ദിലീപേട്ടൻ്റെ അടുത്ത്, ഇഷ്ടമായാൽ അദ്ദേഹം ചെയ്യും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദിലീപേട്ടനെ കാണുന്നത്. ആദ്യ കാഴ്ചയിൽ ആദ്യത്തെ കേൾവിയിൽ തന്നെ കഥ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ദിലീപേട്ടന് കഥ ഇഷ്ടമാവുകയും അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചതായിരുന്നു ആരാണ് പ്രൊഡ്യൂസർ, അങ്ങനെ മനസ്സിൽ നീ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആലോചിച്ചിട്ടില്ല. ദിലീപേട്ടൻ ഈ പടം കമ്മിറ്റി ആണെങ്കിൽ ദിലീപേട്ടനെ പോലുള്ളൊരു താരം ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വേണമെങ്കിൽ ഞാൻ നോക്കണ്ട, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്നുള്ളത് എൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് കിട്ടിയൊരു ഉറപ്പാണ്. അത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെയും കൂടെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ലേ. നമ്മളൊരു കഥ പറയാൻ ചെല്ലുകയും ആ കഥ ഇഷ്ടമായി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ തയ്യാറാവുമ്പോൾ നമുക്കത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നും. അത് ഞങ്ങൾക്ക് മഴ ഒരു വിഷയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ദിലീപേട്ടൻ പ്രൊഡ്യൂസറാന്നുള്ള കാര്യം മറന്നുപോകും. അപ്പോൾ വരുന്ന സമയമൊക്കെ 10 മണിയൊക്കെ ആവും. രാവിലെ 7 മണിക്ക് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്കൊക്കെ ഞാൻ 8 മണിക്കൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്. CID മ്യൂസിക് ഞാൻ 11-12 മണിക്കാ ചെല്ലണേ ആദ്യത്തെ പടത്തിന്. ഇല്ല ജോണി? പക്ഷേ ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം, പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസറാണ് ഈ സിനിമയ്ക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും ഒരുപക്ഷെ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പല കാര്യങ്ങളും എനിക്ക് വളരെ ഈസി ആയിട്ട്. കാരണം ദിലീപേട്ടൻ ഒരു നടൻ പ്രൊഡ്യൂസർ എന്നുള്ളതിനപ്പുറത്ത് ഒരു സംവിധാന സഹായിയായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ കൃത്യമായിട്ട് അറിയാം സിനിമയ്ക്ക് എന്താണ് വേണ്ടത്. ഇപ്പം ഞാൻ ഒരു ദിവസം ഷൂട്ട് തുടങ്ങി ഞങ്ങളെല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഫ്രെയിം വെച്ച് ദിലീപേട്ടൻ മേക്കപ്പ് ചെയ്ത് വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്ന് ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആർട്ട് വർക്ക് വന്നിട്ടില്ല അന്ന്. അത് അവരുടെ കുഴപ്പമല്ല, അന്ന് പല സാഹചര്യങ്ങൾ കൊണ്ട് മഴയും മറ്റു പല വിഷയങ്ങളും കൊണ്ട് വിചാരിച്ച രീതിയിൽ അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ദിലീപേട്ടനോട് ഞാൻ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്, ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇത് വർക്കാവുന്നില്ല, നമുക്കിത് നാളെ എടുക്കാൻ പറ്റുമോ? നാളെ എടുക്കും, നീ വേറെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും. അത്ര പെട്ടെന്ന് നമുക്കൊരു ആൻസർ കിട്ടുകയും, കാരണം അങ്ങനെ അടുത്തൊരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ നഷ്ടമാകും. അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ മടിച്ചിട്ടാണെങ്കിലും ദിലീപേട്ടൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ ഒരു രണ്ടാമതൊരു ആലോചന ഇല്ലാതെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് മാറ്റി ആലോചിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സോങ്, ഈ സിനിമയിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള എനിക്കൊരു സോങ് ഷൂട്ട് ചെയ്യണമായിരുന്നു. അത് ഒരു ലൊക്കേഷൻ, സിംഗിൾ ലൊക്കേഷൻ, ദിലീപേട്ടൻ മാത്രമാണ് അതിനകത്ത് ആ സോങ്ങിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ആ സോങ്ങിൻ്റെ ഇമോഷനെ എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുവരാമെന്ന് പല ആലോചനയിൽ നിന്നാണ് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് നേരം വർക്ക് ചെയ്ത് ബൃന്ദാ മാസ്റ്ററായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ അടുത്ത് ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ സോങ് മുമ്പോട്ട് പോകുന്നത്, നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത സ്കെഡ്യൂളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ, പ്രൊഡ്യൂസർ ദിലീപേട്ടനാണ് ഞാൻ പറയുന്നത്, പ്രൊഡ്യൂസർ ദിലീപേട്ടന് ഒരു രണ്ടാമതൊരു ആലോചനയില്ല. ഓക്കെ, കാരണം അത്രമാത്രം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കോമഡിക്ക് വേണ്ടി കൊണ്ടുവരും. അപ്പോഴേക്കും ബേസിക്കലി മലയാളിയുടെ ചിരി തന്നെ മാറുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ ആസ്വാദനത്തിന്റെ നിലവാരം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോഴേക്കും ഈ താരത്തിനെ എങ്ങനെയായിരുന്നു റീപ്ലേസ് ചെയ്യുക എന്നൊരു ചിന്തയാണ്. നമ്മളെപ്പോഴും ഒരു സിനിമ ആലോചിക്കുമ്പോൾ ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രഷറോ അല്ലെങ്കിൽ ഇത് ഈ കാലത്ത് വർക്കാവോ ഇങ്ങനെ ആലോചിച്ചിട്ടല്ല. ഞാനെന്ന് പറയുന്ന ഒരു പ്രേക്ഷകനും കൂടിയാണ്. അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഞാൻ സിനിമയായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡിയർ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ്. അത് എനിക്കിഷ്ടമാണ് അത്തരം സിനിമകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ടോട്ടലി ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു സ്ക്രിപ്റ്റാണ് എൻ്റെ അടുത്ത് വരുന്നത്. ആ സ്ക്രിപ്റ്റിലാണ് ഞാൻ ദിലീപേട്ടനെ പ്ലേസ് ചെയ്യുന്നത്. ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ എൻ്റെ 3ാമത്തെ സിനിമ സംഭവിച്ചതല്ല. ഇതെൻ്റെ 2ാമത്തെ സിനിമയായിട്ടാണ് ഞാൻ തുടങ്ങിയിരുന്നത്. കാരണം ഞങ്ങളിത് 2018 അവസാനമാണ് ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് കഥ പറയുന്നത്. കഥ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് 2018 എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ 2024 ഷൂട്ട് ചെയ്തതാണ്. അന്ന് തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു 10-12 ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജേഷ് എൻ്റെ അടുത്ത് 2 മാസത്തോണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞു വന്ന ആളാണ്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്ഷൻ തുടങ്ങി. ഒരു മടിയുമില്ലാതെ രാജേഷ് ഞാൻ എന്താണോ പറയുന്നത് ബൗൺസ് ചെയ്യുന്നത് അതെനിക്ക് അതിൻ്റെ ഒരു ഇരട്ടി ഇതായിട്ട്, കാരണം അത്ര മനോഹരമായ സംഭാഷണങ്ങളുള്ളൊരു സിനിമയാണ്. അത് അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം, ഈ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ പോലെ പവിത്രൻ ഒരു 10-18 വർഷം ഗൾഫിൽ ജീവിച്ച്
അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിലെത്തി ഞങ്ങളുടെ ട്രെയിലറിൽ തന്നെ ഉണ്ട്. ഇപ്പം നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ അപ്ഡേറ്റഡ് ആയിക്കൂടെ എന്ന് പവിത്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു കഥാപാത്രം. അപ്പം അത് ആ സിനിമയിൽ ഒരു ചെറിയൊരു വിൻറ്റേജ് ദിലീപേട്ടനെ നമുക്ക് കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ്. അയാൾ എവിടെയോ ഈ പറയുന്ന 90-കളിൽ 80-കളിലൊക്കെയാണ് അയാളുടെ മനസ്സിപ്പോഴും. അയാൾ ഇപ്പോഴും ആകാശവാണി കേൾക്കുന്ന ഒരാളാണ്, പഴയ ഹിന്ദി പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്. അയാൾക്ക് പ്രണയമോ അല്ലെങ്കിൽ മറ്റ് ഇന്നത്തെ ഒരു രീതിയിലുള്ള ഒരു ആൺ പെൺ സൗഹൃദത്തെ അയാൾക്ക് ആ രീതിയിൽ നോക്കിക്കാണാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് അങ്ങനെയുള്ള ഒരാൾ കെയർടേക്കറായി നിന്നാൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറയും ഇവിടുത്തെ ഫ്ലാറ്റുകളിലൊന്നിലും ഈ പറയുന്ന രീതിയിൽ ബാച്ചിലേഴ്സിന് കൊടുക്കുന്നില്ല, വളരെ അപൂർവ ഫ്ലാറ്റുകളെ കൊടുക്കുന്നുള്ളൂ. അവിടെയാണ് ഇതുപോലത്തെ ഒരു കെയർടേക്കർ. അപ്പൊ അങ്ങനെ ഒരു കെയർടേക്കർ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതാണ് അയാൾ ഒരു ഗ്രേ ഷെയ്ഡിൽ നിന്ന് തുടങ്ങി അയാളിൽ എങ്ങനെ അയാൾ അപ്ഡേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് സിനിമ. അപ്പൊ ആ സിനിമയിൽ ഒരു വിന്റേജ് സ്വഭാവം നമുക്ക് ഇങ്ങനെ കാണാം ത്രൂ ഔട്ട്. നമ്മുടെ മ്യൂസിക്കിലായാലും ഞാൻ മിഥുൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് സോങ് ചെയ്യുന്ന സമയത്ത് ജോൺസൺ മാഷിനെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോ. കാരണം നമുക്കൊരിക്കലും അതുപോലത്തെ മാസ്റ്റേഴ്സിന്റെ സോങ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ഒരു മ്യൂസിക് സ്ട്രക്ചറൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒക്കെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് യൂസ് ചെയ്തത്, അല്ലാതെ പഴയ ഒരു സിനിമയുടെ രീതിയിലല്ല സിനിമയുടെ പോക്ക്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇപ്പൊ നമ്മള് സംസാരത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യം ചിരിച്ചില്ലേ? അല്ല, പൊട്ടിച്ചിരിച്ചു നമ്മൾ രാമചന്ദ്രന്റെ ചോദ്യം. അത് എന്തുകൊണ്ടാണ്? ഈ സിറ്റുവേഷനിൽ അത് പെട്ടെന്ന് വർക്ക്ഔട്ട് ആയതുകൊണ്ടല്ലേ അല്ലേ? ആ ഒരു സിറ്റുവേഷൻ തമാശകൾ നമുക്ക് എല്ലാവർക്കും അത് ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് കറക്റ്റ് ഇതാണെങ്കിൽ നമ്മൾ ചിരിച്ചിട്ടുണ്ട്. അത് ഏത് കാലഘട്ടത്തും അതിൻ്റെതായ രീതിയിൽ. ഇതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. സിറ്റുവേഷൻ കോമഡി എപ്പോഴും വർക്കൗട്ട് ആവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? പിന്നെ ഈ കോമഡി സിനിമകളിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും തിയേറ്ററിൽ പൊട്ടിച്ചിരിക്കുന്ന സിനിമകൾ കാണാൻ പോയിട്ട് എനിക്ക് വളരെ അപൂർവ സ്ഥലത്താണ് ചിരിക്കുന്നത്. ചിലപ്പോൾ ആരും ചിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരം ചിരികളും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. കാരണം ഒരുപക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിരിക്കില്ല തൊട്ടടുത്ത ആൾ ചിരിക്കുന്നത്. അങ്ങനെ പല കാറ്റഗറി ഓഫ് ഹ്യൂമർ ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ചിരിയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുകയും ചില സ്ഥലത്തൊക്കെ പൊട്ടിച്ചിരികൾ കിട്ടാവുന്ന ഒരു സിനിമയാണ്. എവിടേക്കോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചു പോകുന്ന പവിത്രൻ ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രേ ഷെയ്ഡിൽ തുടങ്ങി അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. അയാൾ എവിടെയൊക്കെയാണോ അപ്ഡേറ്റഡ് ആവേണ്ടത് അതെങ്ങനെ അപ്ഡേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് സിനിമ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നാ പിന്നെ ചിരിപ്പിക്കടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ വളരെ പ്ലെയിൻ ഒരു മനസ്സുമായിട്ട് പോയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം, ഈ സിനിമ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് പോയിരിക്കണം. കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ നോക്കിയിരുന്ന സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ശരിക്കും ഏത് സിനിമ കാണുമ്പോഴും ആ സിനിമ എൻജോയ് ചെയ്യാനായിരിക്കണം. പിന്നീടാണ് ആ സിനിമ രണ്ടാമതിട്ട് കണ്ടാണ് ഇതിന്റെ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് പിന്നെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ലോക്ക് ചെയ്ത് സ്ക്രിപ്റ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാനിപ്പോൾ ഡിഫറെൻ്റ് ആയാലും ഇപ്പോൾ ഈ പടം ചെയ്യുമ്പോഴും ലോക്ക്ഡ് അല്ല. കാരണം ഞാൻ എപ്പോഴും എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് എൻ്റെ റൈറ്ററിനെയും എൻ്റെ ക്യാമറാമാനെയും എൻ്റെ എഡിറ്ററെയും എൻ്റെ തൊട്ടടുത്തടുത്ത മുറികളിൽ ഇടുന്നതാണ്. കാരണം നട്ടപ്പാതിരക്കൊക്കെ എഴുന്നേറ്റിട്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ നാളത്തെ സീൻ നമുക്ക് ഇങ്ങനെ പിടിക്കാം, അത് മാറ്റണം. അത് ഒരു മടിയില്ലാത്ത റൈറ്റർ എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെയാണ് എൻ്റെ എഡിറ്ററും എല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇവോൾവ് ചെയ്ത് മേക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു സീൻ പോലും ഞാൻ കൃത്യമായിട്ട് പഴയ പോലെ ഈ പറയുന്ന പോലെ മാർക്ക് ചെയ്ത് മിഡ് വൈഡ് മാസ്റ്റർ ഷോട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആ ആക്ടറിന് ഒരു ടോട്ടൽ ഫ്രീഡം കൊടുത്ത് അവിടെ ഒരു സ്റ്റേജ് ചെയ്യുന്ന എൻ്റെ പ്രോസസ്സ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇതാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ പവിത്രനായിട്ട് വരികയും ബാക്കിയുള്ള മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം എത്തിയതിനു ശേഷമാണ് ആ സീൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മളൊരു ഷോട്ട് പോലും ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോൾ ആ ഡയലോഗ് ഓൾറെഡി രാജേഷ് എഴുതിയതിൽ തന്നെ ഒരു ഹ്യൂമർ ഉണ്ട്, അതിൻ്റെ മുകളിലാണ് ദിലീപേട്ടൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആഡ് ഓൺസ് വളരെ നാച്ചുറൽ ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ടേക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ ടേക്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് ഓക്കെ പറയുകയാണ്. അതല്ല നമ്മളിനി അതിൻ്റെ റിഹേഴ്സൽ ടൈമിൽ വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ദിലീപേട്ടൻ പറയുന്നതിൽ നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി. കാരണം ഇതൊരു എന്താ പറയുക ഒരു വലിയ കൊട്ടയാണ്, അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിനകത്ത് നമുക്ക് വേണ്ടത് മാത്രം ഇങ്ങെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു ഷൂട്ടിംഗ് അനുഭവമായിരുന്നു എനിക്ക് പേഴ്സണലി.
എനിക്ക് അങ്ങനെ ത്രില്ലർ ജോണറിനോട് അങ്ങനെ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള സിനിമകൾ എന്നെ തേടി വരുന്നതാണ്. പക്ഷേ ഞാൻ പൊതുവെ മെലഡി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് മെലോഡിയസ് സോങ്സും അങ്ങനെയുള്ള ആ ലവ് സോങ്സ് അതൊക്കെ ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ വിനീതേട്ടൻ ആക്ച്വലി ഈ കഥ വന്ന് നറേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതായിരുന്നു. കാരണം ഈ സ്ക്രിപ്റ്റിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്ക് മനസ്സിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് പാട്ടുകൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എത്രമാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ആ ഒരു ചാലഞ്ച് ആയിരുന്നു എന്നെ ഈ പ്രോജക്റ്റിലേക്ക് എന്നെ ആകർഷിച്ചത്. അപ്പോൾ ചെയ്തു വന്നപ്പോഴേക്കും പിന്നെ ഞാൻ പറയും, വിനീതേട്ടൻ്റെ ടേസ്റ്റും എനിക്ക് വളരെയധികം മാച്ച് ചെയ്യുന്നൊരു തരം ടേസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പം ഈ സിനിമയിലെ സിറ്റുവേഷൻസ് വന്നു, ഞാൻ അതിന് ഒരു ട്യൂൺ കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു വിഷൻ പെട്ടെന്ന് അദ്ദേഹത്തിന് മാച്ച് ആവുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു സിങ്കിന്റെ ഒരു സുഖം ഈ സിനിമയിലുണ്ടായിരുന്നു. അത് സ്കോറിങ്ങിലുണ്ടായിരുന്നു. സ്കോറിങ്ങിലും ചിലതിന് കുറച്ച് ഹെവിയാണ്, ചിലതിന് വളരെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിടിക്കാമെന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഒരു വിഷൻ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ സിനിമയ്ക്കും വളരെയധികം അങ്ങനെയുള്ള കുറെ മൂമെന്റ്സ് ഉണ്ട്, നല്ല രസകരമായിട്ടുള്ള കുറച്ച് ലൗഡായിട്ടുള്ള മൂമെന്റ്സ് ഉണ്ട്, അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് ഒരു പരിധി വരെ അതിൽ വിജയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടാണ് അതിനാവശ്യം. നമ്മൾ സിനിമ ഉണ്ടാക്കി, സിനിമ നാളെ കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇലക്ഷൻ്റെ ദിവസമാണ്, അന്ന് നമുക്ക് ഒഴിവാണ്. നിങ്ങൾ വോട്ടൊക്കെ ചെയ്തതിന് ശേഷം നേരെ തിയേറ്ററിലേക്ക് വരിക, നമുക്കിത് എൻജോയ് ചെയ്യുക. ആ ഒരു മനസ്സോടുകൂടി വരിക, നമ്മൾ അടിച്ചു പൊളിക്കുക. എന്നാൽ അല്ലാത്ത പൊളിക്കലല്ല അല്ലേ? പ്രണയ കഥയാണ്. പവിത്രൻ അയാൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരവസ്ഥയിൽ അയാൾ ഒരു പ്രണയത്തിൽ പെടുന്നത് തന്നെയാണ് എൻ്റെ. ഇതൊരു റൊമാൻറ്റിക് കോമഡി, സസ്പെൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുള്ള സംഭവം തന്നെയാണ്. അതെ, 100%. പ്രണയം മാത്രമാണ് ഇപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഒരാണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പ്രണയമല്ല. എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുള്ള ഒരാളാണ്. അതിൻ്റെ ഇടയിൽ പ്രണയമൊന്നും ഉണ്ടായില്ല. കാണുന്നവരുടെ കാഴ്ചപ്പാടിന്റെ വിഷയമാണ്. പക്ഷെ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇപ്പൊ എടാന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ പെൺസുഹൃത്തിനെയാണ്. അത്രയും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എടാ എടി എന്ന് വിളിക്കണമെന്ന് ഒരു ഇതുമില്ല. അപ്പൊ ഭയങ്കര ബോണ്ടാണ് ശരിക്കും പറഞ്ഞാല് ബോയ്സ് ആൻഡ് ഗേൾസ്, അല്ലെങ്കിൽ ആണും പെണ്ണും എന്ന് പറയുന്ന സംഭവം. ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എത്ര സുഹൃത്തുക്കളുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യം തന്നെ. നമുക്ക് ചിലപ്പോൾ വീട്ടിൽ പറയാൻ പറ്റാത്തൊരു സങ്കടം നമ്മുടെ ആ പെൺ സുഹൃത്തിനോട് നമുക്ക് പറയാൻ പറ്റും. അവരത് കണ്ട് ഇനി അയാൾക്കൊരു എന്താ പറയാ ഫാമിലി കാര്യങ്ങളുടെ പോലെ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പെൺ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതിനകത്ത് അതെല്ലാം കൂടി പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. കോമഡി ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഹ്യൂമർ അതുപോലെ ഞങ്ങളുടെ സൗഹൃദങ്ങൾ ഒത്തുചേരലൊക്കെ, കാരണം ഈ സിനിമയിൽ കാണുന്നതിൻ്റെ ഒരു 10 ഇരട്ടി തമാശ ഞാനും രാജേഷും തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട് പലപ്പോഴും. ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ രാജേഷ് പൊതുവെ ഭയങ്കര മുരടനായിട്ടുള്ള സ്വഭാവമുള്ള ആളാണെന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം വീട്ടിലും ഒക്കെ. പക്ഷേ അത് മുഴുവൻ പൊടിച്ചത് ഞാനാണ്. എൻ്റെ കൂടെ കൂടിയ ശേഷം ഞങ്ങൾ എഴുത്ത് തുടങ്ങിയിട്ട് ഇപ്പം ഇതിപ്പം 5 വർഷമായി. അപ്പൊ ഇതിങ്ങനെ നിരന്തരം, അപ്പോൾ സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തമാശകളും ഒരുപാട് ഞങ്ങൾ എഴുതിയിട്ടും അതിനകത്ത് നിന്ന് ചുരുക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ എന്ന് വിചാരിച്ച് ഇതൊരു ത്രൂ ഔട്ട് ചിരിപ്പിക്കുന്ന, ഇപ്പൊ CID മൂസ പോലൊരു സിനിമയൊന്നും അല്ല. ഒരു വളരെ
രസകരമായിട്ട് ഇങ്ങനെ കണ്ടുപോകാവുന്ന, കാരണം പവിയുടെ ചില പവിത്രൻ്റെതായിട്ടുള്ള ചില ശാഠ്യങ്ങളും ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ രസിച്ച് കണ്ടുപോകാവുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് എവിടേക്കോ പവി നമ്മുടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുമായിട്ട് നമുക്ക് എപ്പോഴും പ്രേമം അല്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ചാൽ പ്രണയം എന്നുള്ളതിനപ്പുറത്ത് സൗഹൃദമുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയുന്ന ഒരുപാട് മൊമെന്റുകൾ, അങ്ങനെ ആ മൊമെന്റിലേക്ക് എത്തുന്നതൊക്കെയാണ്. അങ്ങനെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാ ഇതും പോകും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. തമാശ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി. ഞാൻ ഇനി അടുത്തതൊരു തമാശ പടം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം ആ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എല്ലാ പ്രേക്ഷകനാണ് അതിനകത്ത് ഇഷ്ടം വരേണ്ടത്. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട 3 കഥകളാണ് ഞാൻ സിനിമയായിട്ട് ചെയ്തത്. അല്ലാതെ ഓരോന്ന് ഇനി അടുത്തത് മാറിപ്പിടിക്കണം അങ്ങനെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2ാമത് കമ്മിറ്റ് ചെയ്യുന്ന പടമാണിത് ചേട്ടനുമായിട്ട്. പക്ഷെ സംഭവിച്ചത് ഡിയർ ഫ്രണ്ടാണ്. കാരണം അതിനിടയിൽ കോവിഡ് വന്നപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ദിലീപേട്ടൻ ചോദിച്ചു, നമുക്കിത് വേണമെങ്കിൽ ഇപ്പോൾ OTTക്ക് വേണ്ടിയിട്ട് ചെയ്യാം, പക്ഷെ ഇത് OTT സിനിമയല്ല വിനീത്. അപ്പോൾ വിനീതിന് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞു, ചേട്ടാ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിക്കൽ ഫിലിമാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ ആളുകൾ അത് എൻജോയ് ചെയ്ത് കാണണം. ഒരു മാസ് ക്രൗഡിന് എൻജോയ് ആവുന്ന ഒരു സിനിമയാണ്. അങ്ങനെയാണ് നമ്മൾ എൻ്റെ 3ാമത്തെ സിനിമയായിട്ട് ഇത് മാറുന്നത്. ആ കോവിഡ് ടൈമിലാണ് ഞാൻ ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയുള്ളൊരു തമാശയാണ്, അല്ലാതെ ഞാൻ നിർബന്ധപൂർവ്വം തമാശ സിനിമ ചെയ്തതല്ല. ചോദിച്ചേട്ടാ, നേരത്തെ CID മ്യൂസിയമിൽ എന്തോ ഒരു സിറ്റുവേഷൻ തമാശ പറയാൻ പറ്റും. CID മ്യൂസിയമിലെ ലൊക്കേഷൻ തമാശ പറയാൻ പറ്റും. ജയറാമേട്ടന്റെ ഒരുപാട് റിവ്യൂവിൽ ജയറാമേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പരാജയങ്ങൾ ജയറാമേട്ടൻ സംഭവിച്ചപ്പോൾ ജയറാമേട്ടനോട് ഒരാൾ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ പരാജയപ്പെടാൻ കാരണം എന്ന് ചോദിച്ചു. ജയറാമേട്ടൻ പറഞ്ഞൊരു വാക്ക്, എനിക്ക് നോ പറയാൻ അറിയില്ല ആരോടും, അതുകൊണ്ടാണ് ചില സിനിമ അങ്ങനെ പരാജയപ്പെട്ടു പോകാൻ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ദിലീപേട്ടന്റെ ഈ അടുത്ത് വന്ന സിനിമകൾക്കെല്ലാം തന്നെ ഇത്തരം നോ പറച്ചിൽ വേണ്ടിയിരുന്നില്ലേ എന്ന് തോന്നുന്നു. നോ എന്ന് പറയുന്ന വേർഡ് പറയാൻ മടിയുള്ള ഒരാളാണ് ഞാനും. അത് വലിയ സത്യമുള്ള കാര്യം. കാരണം അതിനു മുമ്പ് തന്ന വിജയ ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല സ്ഥലത്തും നോ പറയാതെ ഇൻഡയറക്ട്ലി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് ആ പരാജയങ്ങളിൽ നിന്നും ഒരു സിനിമ പരാജയപ്പെട്ട ഉടനെ അത് എൻ്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞത് ഞാൻ മാറില്ല. അതിൽ ഞാനും ഒരു ഭാഗവാക്ക് തന്നെയാണ്. ഓരോ ശ്രമങ്ങളാണ് ഓരോ സമയം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതങ്ങനെ സംഭവിച്ചു. അത് നമ്മൾ വിചാരിച്ച പോലെ വർക്കൗട്ടായില്ല. ആ ഡിഷ് ശരിയായില്ല എന്ന് പറഞ്ഞ പോലെ, ആ ചേരുവകൾ ശരിയായില്ല, നമ്മളെടുത്ത് മാറ്റി വെച്ചു. അത് ആൾക്കാർക്ക് ഇഷ്ടമായില്ല. ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ അടുത്ത സംഭവം നോക്കുന്നു. അപ്പം നമ്മൾ ഈ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയും നമ്മൾ ദൈവമേ ഇത് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് വരണത്. ഇനി ബാക്കിയെല്ലാം നമ്മൾക്ക് ഈ സിനിമയെക്കുറിച്ച് നമുക്ക് അറിയുള്ളൂ. ഈ സിനിമ നമ്മൾ കണ്ടു, ഇതിനെക്കുറിച്ച് ഇതിങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളത് നിങ്ങളോട് പറയുന്നു, നിങ്ങളിത് പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇനി പ്രേക്ഷകരെന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിലോ അവരുടെ കയ്യിലോ നമുക്കറിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ അവരെന്ത് പറയുന്നു എന്നുള്ളതിന് ബേസ് ചെയ്താണ് അല്ലേ, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാനല്ല കഴിഞ്ഞ ശേഷം ഫഹദ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എൻ്റെ അടുത്ത സിനിമ ഫഹദായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫഹദ് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ മീറ്റ് ചെയ്യുകയും പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞങ്ങളൊരു പ്രൊഡക്ഷനുമായിട്ട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു, നമുക്കൊരു സിനിമ ഒരുമിച്ച് തന്നെ ചെയ്യാം. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ എത്തിയില്ല. അങ്ങനെ ആലോചന നടക്കുന്നതിൻ്റെ ഇടയിലാണ് രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പം ഇത് ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം കൊണ്ടും ഈ ക്യാരക്ടറിൻ്റെ ഒരു ഏജ് വെച്ചിട്ടും ഫഹദിന് ചെയ്യാവുന്ന ഒരു സിനിമയല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഈ സിനിമ, ദിലീപേട്ടനാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ. അങ്ങനെയാണ് ദിലീപേട്ടനിലേക്ക് എത്തുന്നത്. ഫഹദ് പറഞ്ഞോ? ഫഹദല്ല പറഞ്ഞത്, ലാൽ ജോസ് ആണ്. അല്ല, ലാലുവേട്ടൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓരോ സിനിമയ്ക്കും ഒരു ആപ്റ്റായിട്ട് തോന്നുമല്ലോ ഒരു കഥ കേൾക്കുമ്പോൾ. ഇപ്പോൾ ഫഹദിന് പറ്റുന്ന പോലുള്ളൊരു കഥാപാത്രമായിരിക്കില്ല ഇത് എന്നുള്ളത് കൊണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഈ കഥ കേട്ടിട്ട് ഇത് ഫഹദിന് പറ്റുന്ന കഥയാണോ എന്നല്ല ഞാൻ ആലോചിച്ചത്. ഈ കഥയ്ക്ക് പവിത്രന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആരാണ് നിങ്ങളുടെ മനസ്സിൽ എന്നാണ് ഞാൻ റൈറ്ററിൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പേരാണ്. അല്ലാതെ ഈ കഥയിലേക്ക് ഫഹദിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ഫഹദിനെ ഈ ക്യാരക്ടറും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പല ക്യാരക്ടറും ഫഹദിന്റെ നടൻ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തൊരാളാണ്.
അപ്പോൾ അതിന് ഏത് സിനിമയും ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കഥാപാത്രത്തിൻ്റെ അതിൻ്റെ ഒരു ഏജ് ഉണ്ട്, ആ ക്യാരക്ടറിനെ നമ്മൾക്ക് അതിൻ്റെ ഏറ്റവും അതിൻ്റെ എല്ലാ രീതിയിലും അത് സ്യൂട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടാവും. അപ്പോൾ ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപേട്ടൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈല് ആ ഒരു ടെംപ്ലേറ്റ് വേറൊരു നടനില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം ചോദിച്ചു, ഒരു കമൻറ്റ് കണ്ടിട്ട് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അത് ആ കഥാപാത്രം വരുമ്പോഴാണ്, നമുക്ക് അത്തരത്തിലുള്ള ഒരു കഥാപാത്രം വരുമ്പോഴല്ലേ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു കഥാപാത്രം വരണം അതുപോലെ. അപ്പോൾ ഈ സിനിമ ദിലീപേട്ടൻ എന്ന് പറയുന്ന നടന് പൂർണ്ണമായിട്ടും സ്പേസിലുള്ള ഒരു സിനിമയാണ്. നമ്മൾ മുമ്പ് കണ്ട ദിലീപേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനറിസംസും ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, അതുണ്ട്. പക്ഷേ എന്നാൽ പവിത്രനിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ചില സീനിൽ ദിലീപേട്ടൻ നടത്തത്തിൽ പോലും അങ്ങനെ ഞാൻ ദിലീപേട്ടൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇത് ഞാൻ കാണുമ്പോൾ, ഞാൻ എന്ന് പറയുന്ന ഡയറക്ടർ കാണുമ്പോൾ ഇത് പവിത്രനാണ്. അത് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പവിത്രനിലേക്ക് ദിലീപേട്ടൻ എത്തുന്നത്. അപ്പോൾ ഓരോ ദിവസം ഷൂട്ട് നമ്മൾ തുടങ്ങിയുള്ള ദിവസങ്ങളിൽ എന്നോട് ചോദിക്കും പവിത്രൻ ആവുന്നുണ്ടോ. കാരണം ഈ പവിത്രനിലേക്ക് എത്തുക എന്ന് പറയുന്നത് എനിക്കും അറിയില്ല പവിത്രൻ എങ്ങനെയാണെന്ന്. നമുക്ക് കുറേ ധാരണകളുണ്ട്. പവിത്രന് ഇത്രയും പ്രായമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ നിൽക്കുമ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, പ്രണയം സംഭവിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല പിശുക്കുണ്ടാവും, ഭയങ്കര വൃത്തിയായിരിക്കും വീട്ടിൽ. കാരണം ഇനി ഇയാൾ പ്രണയം സംഭവിക്കുന്ന ഇയാൾ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എഴുത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ രാഷ്ട്രം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾ എങ്ങനെ നടക്കും, അപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെയാണ് അത് രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ ദിലീപേട്ടനാണ് ഈ ക്യാരക്ടർ ചെയ്യാൻ. ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇയാൾ നമ്മുടെ മുമ്പിലുള്ള ഒരാളാണ്. നമ്മൾ പല സെക്യൂരിറ്റി ആളുകളെയും കെയർടേക്കേഴ്സിനെയൊക്കെ നമ്മൾ ദിവസം കാണുന്നുണ്ട്. അങ്ങനെ അവരോടെയൊക്കെ ഒബ്സർവ് ചെയ്തു എന്നല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ആളെ നമ്മൾ പിടിക്കാൻ പോയിട്ടൊന്നുമില്ല. ഇപ്പൊ കുഞ്ഞുകുനം ചെയ്യുമ്പോൾ 5-6 വൈകല്യമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അവരിൽ നിന്ന് ഒരാളെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. ഇയാൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കും, ഇയാൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പവിത്രനാണത്. ദിലീപേട്ട ഇപ്പോൾ ലാലേട്ടൻ പടം ഡയറക്റ്റ് ചെയ്യാണ്, ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് ആവുന്നുണ്ട്. ദിലീപേട്ടൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ സിനിമയിലേക്ക് വന്ന ഒരാളാണ്. ദിലീപേട്ടൻ എന്നായിരിക്കും ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നത്? അതിന്റെ തീരുമാനമൊന്നും ആയിട്ടില്ല. അതൊരു കോമഡി ആയിരിക്കുമോ, മാസമായിരിക്കുമോ, എന്റർടൈനർ ആയിരിക്കും എന്തായാലും. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനും പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഈ സൂപ്പർ ഹീറോ മൂവിയായ മജീഷനായ പ്രൊഫസർ ടിങ്കൻ, അതുപോലെ 5ഓളം പടങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ചെയ്തിട്ടില്ല. പറക്കുമപ്പം തുടങ്ങാൻ പോണുള്ളൂ. ഡിങ്കനും വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങാനുള്ള പരിപാടികളാണ്. ഇല്ല, അതിപ്പോ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പടത്തിന് പേരിട്ടിട്ടില്ല. ക്യൂനും ജനഗണമനൊക്കെ ഇത് ഷാരിസ് ഉണ്ട്. ഷാരിസിന്റെ ഇതില് പുതിയ പിന്റോ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആള് വർക്ക് ചെയ്യുന്ന ഡയറക്ടറായിരിക്കുന്ന പടം ചെയ്തുകൊണ്ടിരുന്ന ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ബബ്ബ, അതൊക്കെ എല്ലാം പുതിയ ആൾക്കാരുടെ രീതികളും കാര്യങ്ങളൊക്കെയാണ്. പറക്കും പപ്പൻ, ഇതൊക്കെയാണ് കണ്ടിന്യൂസ് വരുന്ന പ്രോജക്റ്റുകൾ. ഹിയാൻ ശ്രീ എന്നൊക്കെ ഉള്ളതാണ്. മലയാള സിനിമയ്ക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കഥകളല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമാകാവുന്ന കഥാപാത്രങ്ങളായിരിക്കും. നിങ്ങൾ പറഞ്ഞതിൽ ഇപ്പം എല്ലാം ഉണ്ട്. അപ്പോ നിങ്ങളുടെ വിലയേറിയ ഒരു വോട്ട് നമുക്ക് തരിക പവി കെയർടേക്കർക്ക് അല്ലേ. എല്ലാവരും വോട്ട് ചെയ്യാനുള്ള അവസരം പാഴാക്കാതിരിക്കുക, വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ തിയേറ്ററിലേക്ക് വരിക, പവി കെയർടേക്കറിന് അടുത്ത വോട്ട് കൊടുക്കുക.
താങ്ക് യു. അങ്ങനെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനൊപ്പം അതിനേക്കാളും കൂടുതൽ പ്രേക്ഷകരുടെ കയറുന്നത് ഇപ്പം പഞ്ചാബി വ്യവസ്ഥ ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും. ഇതില് ജോണിച്ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ് കൂടെ നിൽക്കുന്നതാണോ അത് എന്താണ് അതിന്റെ? ആദ്യമേ ദിലീപിനോട് പറഞ്ഞിരുന്നു ഒരിക്കലും എൻ്റെ മോളിൽ നിൽക്കരുത്, ഒരു മനുഷ്യർ ഒരു നില കണ്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കൺട്രോളായിട്ടുള്ള അഭിനയം അദ്ദേഹം കാഴ്ചവെക്കുന്നത് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. വളരെ അത് പിന്നെ തന്നെ അല്പം പോലും കൺട്രോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥ. കാരണം ഞാൻ ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളിൽ താമസിച്ചിട്ടുണ്ട്. എനിക്കത് ഏറ്റവും ഞാൻ സൗഹൃദം സൂക്ഷിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാരുമായിട്ടാണ്. കാരണം മിക്കവാറും കണ്ടിട്ടുണ്ടോ 55-60 വയസ്സായവരായിരിക്കും സെക്യൂരിറ്റീസ്. ഇവർക്കും വീടുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ ഉറക്കളച്ചായിരിക്കുന്നത്. ജോണി ചെയ്യുന്ന വേഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല കേൾക്കൂ. അപ്പൊ ഞാൻ ദിലീപ് സെക്യൂരിറ്റി അല്ല, ദിലീപ് കെയർ ടേക്കറും ദിലീപിനകത്ത് നന്മ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞത് രാത്രി പകലെനിക്ക് ജങ്കാറ് കെട്ടി പോകേണ്ടതുകൊണ്ട് ദിലീപ് രാത്രി സെക്യൂരിറ്റി ആയിട്ട് ദിലീപ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. വളരെ സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഒരു ദിലീപിനെ വെച്ച് ഓരോ സിനിമകൾ സംവിധാനം ചെയ്തു, ഇപ്പോൾ അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ കഴിയുന്നു. അത് ഈ പറഞ്ഞ പോലെ കൂടെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും നാളെ ചിലപ്പോൾ എന്നെക്കുറിച്ചും അങ്ങനെ പറയാം. അങ്ങനെയാണല്ലോ കാലം, ചരിത്രം. അങ്ങനെ ഉണ്ടാവട്ടെ. എന്തായാലും പവി കെയർടേക്കറിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, നോട്ട്സ് കഴിയുമ്പോൾ സാധാരണക്കാരൊക്കെ പറയും ആ ദിലീപിൻ്റെ പുതിയ പടമുണ്ടല്ലോ, അഭിനേത ചെയ്ത പടം കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, ആദ്യമായിട്ട് കാണാത്തൊരു പടമാണ് എന്ന് പറയും എന്ന് എനിക്കൊരു ഉൾവിളി തോന്നുന്നുണ്ട്. അല്ലാതെ ഞാൻ ഫിലിമും കിടുങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അല്ല ഇത് കാണാം. അല്ല, അത് ജോൺ ചേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംവിധായകൻ നടനാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമല്ലേ. ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സീൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ ജോൺ ചേട്ടൻ അറിയാതെ ഇങ്ങനെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് എനിക്ക് മാറ്റണം എന്ന് തോന്നിയാൽ ഞാൻ പറഞ്ഞ അപ്പോൾ തന്നെ അത് ജോൺ ചേട്ടൻ അതിനേക്കാൾ ഇരട്ടി തരും. അല്ലെങ്കിൽ കുഞ്ഞെ അതങ്ങനല്ല എന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഷെയറാണ്. എനിക്ക് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കാര്യങ്ങൾ ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ. ടോണി കുഞ്ഞെ എന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കുന്നത്. പണ്ട് മോനെ കുറിച്ചപ്പോ വേറെ എന്തോ ഒരു കുഴപ്പങ്ങൾ അല്ലേ. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഏപ്രിൽ 26-ാം തീയതി നിങ്ങളുടെ അടുത്ത തിയേറ്ററിലേക്ക് പവി കെയർടേക്കർ വരികയാണ്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ പവി കെയർടേക്കറെ മറക്കാതിരിക്കുക. നിങ്ങളുടെ എന്താ പറയുക, സ്നേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ്, എന്താ അല്ല എങ്ങനെയല്ലേ പറയാ ജോണി, ഒരു തലോടൽ ഞങ്ങൾക്കും തരിക, ഞങ്ങളെ അനുഗ്രഹിക്കുക. പവി കെയർടേക്കറിനെ ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്. അതാണ്. താങ്ക് യു അല്ലേ. താങ്ക് യു.